ജില്ലയിൽ 3 വാർഡുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ UDFിന്റെ മുൻതൂക്കം. നാട്ടികയിൽ UDF ഭരണം പിടിച്ചെടുത്തു. കൊടുങ്ങല്ലൂർ നഗരസഭയിൽ BJP സീറ്റ് നിലനിർത്തി. ചൊവ്വന്നൂർ പൂച്ചിപ്പുള്ളി വാർഡിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വിജയം. തൃശൂർ കോർപ്പറേഷൻ കൌൺസിൽ യോഗത്തിൽ പ്രതിപക്ഷ പ്രതിഷേധം. വൈദ്യുതി നിരക്ക് വർധനയ്ക്കെതിരെയും കൂർക്കഞ്ചേരി കുറുപ്പൻ റോഡ് കോൺക്രീറ്റിംഗിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുമായിരുന്നു പ്രതിഷേധം. കൂർക്കഞ്ചേരി കുറുപ്പൻ റോഡ് കോൺക്രീറ്റിംഗിന്റെ നിർമ്മാണം പൂർത്തീകരിച്ച ഭാഗം വ്യാഴാഴ്ച തുറന്നുകൊടുക്കുമെന്ന് മേയർ. വെള്ളിക്കുളങ്ങര ശാസ്താംപൂവം ആദിവാസി നഗറിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ വയോധിക കൊല്ലപ്പെട്ടു. കാടർ വീട്ടിൽ മീനാക്ഷിയാണ് മരിച്ചത്. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. കുട്ടേക്കാട് മറഞ്ഞ ബൈക്ക് വീണ്ടും ഓൺ ചെയ്യുന്നതിനിടെ തീപിടിച്ച് പൊള്ളലേറ്റ യുവാവിന് ദാരുണാന്ത്യം. പേരാമംഗലം സ്വദേശി വിഷ്ണുവാണ് മരിച്ചത്. ഏകാദശിക്ക് ദർശന പുണ്യം തേടി ഗുരുഭവനപുരിയിലെത്തിയത് 10,000. ഏകാദശി ദിനത്തിലെ ഉദയാസ്തമയ പൂജ മാറ്റിയതിനെതിരായ ഹർജിയിൽ ഗുരുവായൂർ ദേവസ്വം ഭരണസമിതിക്ക് സുപ്രീം കോടതിയുടെ നോട്ടീസ്. തിരുവില്ലാമല പുനർജനി മുതൽ ഭക്തിശാന്തമായി. വടനപ്പള്ളിയിൽ തെരുവുനായ ഓടിച്ചതിനെ തുടർന്ന് സൈക്കിളിൽ നിന്ന് വീണ് വിദ്യാർത്ഥിക്ക് ഗുരുതര പരിക്ക്. വടനപ്പള്ളി സ്വദേശി അദ്നാനാണ് പരിക്കേറ്റത്. കയ്പമംഗലം കാക്കാതിരുത്തിയിൽ 3 പേർക്ക് കടന്നൽ കുത്തേറ്റു. നമസ്കാരം. വിശദാംശങ്ങളിലേക്ക്. നാട്ടിക പഞ്ചായത്ത് 9ാം വാർഡിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ UDFിന് അട്ടിമറി വിജയം. UDF സ്ഥാനാർത്ഥി P. വിനു 115 വോട്ട് ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. LDFിന്റെ സിറ്റിംഗ് സീറ്റാണ് UDF പിടിച്ചെടുത്തത്. പോൾ ചെയ്ത 1107 വോട്ടിൽ UDF 525, LDF 410, NDA 172 വോട്ട് നേടി. കഴിഞ്ഞ തവണ LDF 260 വോട്ടിന്റെ ഭൂരിപക്ഷം നേടി വിജയിച്ച വാർഡാണിത്. 14-അംഗ ഭരണസമിതിയിൽ UDF 6, LDF 5, NDA 3 എന്നിങ്ങനെയാണ് ഇപ്പോഴത്തെ കക്ഷിനില. വാർഡ് മെമ്പറായിരുന്ന KB ഷൺമുഖത്തിന്റെ നിര്യാണത്തെ തുടർന്നാണ് ഉപതെരഞ്ഞെടുപ്പ് വേണ്ടിവന്നത്. കൊടുങ്ങല്ലൂർ നഗരസഭയിലെ 41ാം വാർഡ് ഉപതെരഞ്ഞെടുപ്പിൽ BJP സീറ്റ് നിലനിർത്തി. BJPയിലെ ഗീതാറാണി 69 വോട്ടുകൾക്ക് വിജയിച്ചു. ആകെ പോൾ ചെയ്ത 603 വോട്ടിൽ ഗീതാറാണി 269 വോട്ട് നേടി. UDF സ്ഥാനാർത്ഥി PU സുരേഷ് കുമാർ 203 വോട്ടും LDF സ്ഥാനാർത്ഥി GS സുരേഷ് 131 വോട്ടും നേടി. അഡ്വക്കേറ്റ് DT വെങ്കടേശ്വരൻ കൌൺസിലർ സ്ഥാനം രാജിവെച്ചതിനെ തുടർന്നാണ് 41ാം വാർഡിൽ ഉപതെരഞ്ഞെടുപ്പ് വേണ്ടിവന്നത്. ചൊവ്വന്നൂർ പൂച്ചപ്പുള്ളി 3ാം വാർഡിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വിജയം. കോൺഗ്രസ് സ്ഥാനാർത്ഥി സെബി മണ്ടുമ്പാലാണ് 404 വോട്ട് നേടി 25 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചത്. LDF 379, BJP 69 എന്നീ വോട്ടുകൾ നേടി. 1029 വോട്ടർമാരിൽ 852 വോട്ടർമാർ സമ്മതിദാനം രേഖപ്പെടുത്തിയത്. ചൊവ്വന്നൂർ ഗ്രാമപഞ്ചായത്ത് അംഗവും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായിരുന്ന ജോൺ മാസ്റ്ററുടെ നിര്യാണത്തെ തുടർന്നാണ് പഞ്ചായത്തിലെ 3ാം വാർഡിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. വൈദ്യുതി നിരക്ക് വർധനയ്ക്കെതിരെയും കൂർക്കഞ്ചേരി കുറുപ്പൻ റോഡ് കോൺക്രീറ്റിംഗിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടും കോർപ്പറേഷൻ കൌൺസിൽ യോഗത്തിൽ പ്രതിപക്ഷ പ്രതിഷേധം. കോൺഗ്രസ് അംഗങ്ങൾ പ്ലക്കാർഡുകളുമായി മുദ്രാവാക്യം വിളികളോടെ കൌൺസിൽ ഹാളിന്റെ നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ചു. BJP അംഗങ്ങൾ പ്ലക്കാർഡുകളും കത്തിച്ച മെഴുകുതിരികളുമായി പ്രതിഷേധിച്ചു. നടുത്തളത്തിലിറങ്ങിയ കോൺഗ്രസ് കൌൺസിലർമാരോട് സീറ്റിൽ പോയിരിക്കാൻ പലതവണ ആവശ്യപ്പെട്ടിട്ടും പ്രതിഷേധം തുടർന്നപ്പോൾ മേയർ ബെല്ലടിച്ച് കൌൺസിൽ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോവുകയായിരുന്നു. അജണ്ട ഇനങ്ങൾ വായിച്ചു തുടങ്ങുന്നതിന് മുൻപായുള്ള ചർച്ചയിലാണ് വൈദ്യുതി ചാർജ് വർധനയ്ക്കെതിരെയും കുറുക്കഞ്ചേരി കുറുപ്പൻ റോഡ് കോൺക്രീറ്റിംഗിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടും പ്രതിപക്ഷം ഭരണപക്ഷത്തിനെതിരെ ആഞ്ഞടിച്ചത്. KSEBയേക്കാൾ ഉയർന്ന നിരക്കിലാണ് കോർപ്പറേഷൻ വൈദ്യുതി ചാർജ് ഈടാക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് രാജൻ ജെ പല്ലനും കൌൺസിലർ ജോൺ ഡാനിയലും ആരോപിച്ചു. നിരക്ക് വർധനയ്ക്കെതിരെ സംയുക്ത പ്രമേയം പാസാക്കി സർക്കാരിന് അയക്കണമെന്നും കുറുക്കഞ്ചേരി കുറുപ്പൻ റോഡ് പുനർനിർമ്മാണത്തിൽ വിജിലൻസ് അന്വേഷണം നടത്തണമെന്നും രാജൻ ജെ പല്ലനും BJP കൌൺസിലർ വിനോദ് പൊള്ളാഞ്ചേരിയും ആവശ്യപ്പെട്ടു. 10 കോടി രൂപ ചെലവ് വരുന്ന റോഡ് നിർമ്മാണ പദ്ധതി 2.5 കോടി വീതമുള്ള 4 ഭാഗമാക്കി വിഭജിച്ചത് അഴിമതിക്കായിരുന്നുവെന്നും റോഡിൽ 17 ഇടങ്ങളിൽ വിള്ളലുകൾ ഉണ്ടായത് നിർമ്മാണത്തിലെ വീഴ്ചയാണെന്നും പ്രതിപക്ഷാംഗങ്ങൾ ആരോപിച്ചു. അതേസമയം LDF കൌൺസിലർമാരായ സാറാമ റോബ്സൺ, സതീഷ് ചന്ദ്രൻ തുടങ്ങിയവർ പ്രതിപക്ഷവാദങ്ങളെ പ്രതിരോധിച്ചു. മേയർ ഇറങ്ങിപ്പോയതോടെ അജണ്ട ഇനങ്ങൾ വായിക്കാതെ പാസാക്കാൻ
കോൺഗ്രസും LDFും ചേർന്ന് ഒത്തുകളിക്കുകയായിരുന്നുവെന്ന് BJP കൗൺസിലർ വിനോദ് പൊള്ളാഞ്ചേരി ആരോപിച്ചു. TCV ന്യൂസ്, തൃശൂർ. തൃശൂർ കൂർക്കഞ്ചേരി കുറുപ്പൻ റോഡ് കോൺക്രീറ്റിംഗിന്റെ നിർമ്മാണം പൂർത്തീകരിച്ച കൂർക്കഞ്ചേരി മുതൽ മെട്രോപൊളിറ്റൻ ആശുപത്രി വരെയുള്ള ഭാഗം വ്യാഴാഴ്ച ഗതാഗതത്തിന് തുറന്നു നൽകുമെന്ന് മേയർ MK വർഗീസ് അറിയിച്ചു. 5 കോടി രൂപ ചെലവഴിച്ച് 2 ഘട്ട നിർമ്മാണം 2 മാസം കൊണ്ട് സമയബന്ധിതമായി പൂർത്തീകരിച്ചാണ് വ്യാഴാഴ്ച രാവിലെ 11:30 റോഡ് ഗതാഗതത്തിന് തുറന്നു നൽകുന്നത്. കോൺക്രീറ്റ് റോഡിൽ വിള്ളൽ ഉണ്ടെന്നുള്ള ആരോപണം ശരിയല്ലെന്നും 2 ഘട്ടങ്ങളിലായി കോൺക്രീറ്റ് ചെയ്തപ്പോൾ നടുക്കുള്ള ജോയിന്റ് അടയ്ക്കാതിരുന്നതാണ് ആരോപണത്തിന് പിന്നിലെന്നും ക്രമക്കേടുകൾ ഉണ്ടായാൽ പരിശോധിച്ച് നടപടിയെടുക്കുമെന്നും മേയർ അറിയിച്ചു. തുടർന്നുള്ള 2 ഘട്ട നിർമ്മാണ പ്രവൃത്തികളും പൂർത്തീകരിച്ച് മാർച്ചിൽ ഉദ്ഘാടനം നടത്തി റോഡ് നാടിന് സമർപ്പിക്കുമെന്നും മേയർ പറഞ്ഞു. അതേസമയം വ്യാഴാഴ്ച മുതൽ തുറന്നുകൊടുക്കുന്ന റോഡിന്റെ ഇരുഭാഗത്തെയും കാനകൾ നിർമ്മിച്ച് റോഡുകൾ ഉയർത്താതെ ഗതാഗതത്തിന് തുറന്നുകൊടുക്കുന്നത് വലിയ അപകട സാധ്യതയ്ക്ക് ഇടയാക്കുമെന്ന ആരോപണവും ഉയർന്നിട്ടുണ്ട്. കോർപ്പറേഷൻ കൌൺസിൽ ഹാളിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ഡെപ്യൂട്ടി മേയർ ML റോസി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ വർഗീസ് കണ്ടംകുളത്തി, PK ഷാജൻ, സാറാമ റോബ്സൺ, കരോളിൻ പെരിഞ്ചേരി തുടങ്ങിയവർ പങ്കെടുത്തു. കോർപ്പറേഷൻ നേരിട്ട് 10 കോടി രൂപ മുടക്കി ഇതുപോലെ തന്നെ ഒരു കോൺക്രീറ്റ് റോഡ് നമ്മൾ കുറുക്കഞ്ചേരിയിൽ നിന്ന് തുടങ്ങി അതിൻ്റെ 2 ഘട്ടം പൂർത്തീകരിച്ച് നാളെ 11:30 നമ്മളത് തുറന്നു കൊടുക്കാൻ പോവുകയാണ്. കഴിഞ്ഞ മാസം 24-ാം തീയതി തുടങ്ങി വെച്ചതാണ്. ആ തുടങ്ങി വയ്ക്കുമ്പോൾ നമുക്ക് പലതരത്തിലുള്ള പ്രതിബന്ധങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവരെയൊക്കെ വിളിച്ച് ചർച്ച ചെയ്തു, വ്യാപാരികളെ വിളിച്ച് ചർച്ച ചെയ്തു. അതുമായി ബന്ധപ്പെട്ട് പോലീസ് അടക്കം നമ്മൾ ഇരുന്ന് ബോധ്യപ്പെടുത്തി അവർക്ക് ബദൽ വഴിയിൽ കൂടെ കടന്നു പോകാനുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു. അത് ചർച്ച ചെയ്തു, കളക്ടറുടെ സാന്നിധ്യത്തിൽ ചർച്ച ചെയ്തു. അങ്ങനെ എല്ലാവരെയും സന്തോഷിപ്പിച്ചുകൊണ്ടാണ് ആ പ്രവൃത്തി നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയത്. വെള്ളിക്കുളങ്ങര ശാസ്താംപൂവം ആദിവാസി നഗറിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ വയോധിക കൊല്ലപ്പെട്ടു. കാടർ വീട്ടിൽ പരമേശ്വരൻ ഭാര്യ 71 വയസ്സുള്ള മീനാക്ഷിയാണ് മരിച്ചത്. ശാസ്താംപൂവം ആദിവാസി നഗറിൽ നിന്ന് 10 കിലോമീറ്റർ അകലെ ആനപ്പാന്തം റോഡിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ശരീരമാകെ പരിക്കേറ്റ നിലയിലായിരുന്നു. മാനസിക വെല്ലുവിളി നേരിടുന്ന മീനാക്ഷിയെ 2 ദിവസം മുൻപാണ് കാണാതായത്. മൃതദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. വെള്ളിക്കുളങ്ങര പോലീസും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തിയിരുന്നു. കൊട്ടേക്കാട് മറിഞ്ഞു വീണ ബൈക്ക് വീണ്ടും ഓണാക്കാൻ ശ്രമിക്കുന്നതിനിടെ തീപിടിച്ച് പൊള്ളലേറ്റ യുവാവ് മരിച്ചു. പേരാമംഗലം സ്വദേശി 26 വയസ്സുള്ള വിഷ്ണുവാണ് മരിച്ചത്. ബൈക്ക് മറിഞ്ഞതിന് ശേഷം വീണ്ടും ഓൺ ചെയ്തപ്പോൾ ടാങ്കിൽ നിന്ന് ചോർന്ന ഇന്ധനത്തിന് തീപിടിക്കുകയായിരുന്നു. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം സംഭവിച്ചത്. കോർപ്പറേഷനിലെ മാലിന്യ സംസ്കരണ പ്ലാന്റിൽ താൽക്കാലിക ജീവനക്കാരനായിരുന്നു വിഷ്ണു. കൊട്ടേക്കാട് പള്ളിക്ക് മുൻപിൽ ചൊവ്വാഴ്ച രാത്രിയിലായിരുന്നു അപകടം. തീപിടുത്തത്തിൽ ബൈക്ക് പൂർണ്ണമായും കത്തിനശിച്ചിരുന്നു. ഫയർഫോഴ്സ് എത്തിയാണ് തീയണച്ചത്. ഏകാദശി പുണ്യം തേടി ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് 10,000-ങ്ങളെത്തി. പാർത്ഥസാരഥി ക്ഷേത്രത്തിലേക്ക് നടന്ന എഴുന്നള്ളിപ്പ് ഭക്തിസാന്ദ്രമായി. പല്ലശന മുരളി, കലാമണ്ഡലം ഹരിനാരായണൻ എന്നിവരുടെ നേതൃത്വത്തിൽ പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെ നടന്ന എഴുന്നള്ളിപ്പിൽ കൊമ്പൻ ഗോകുൽ തിടമ്പേറ്റി. K. സുഭാഷിന്റെ നേതൃത്വത്തിലുള്ള നാഗസ്വരത്തിന്റെ അകമ്പടിയോടെ എഴുന്നള്ളിപ്പ് ക്ഷേത്രത്തിൽ തിരിച്ചെത്തി. വിശേഷാൽ കാഴ്ച ശീവേലിക്ക് കൊമ്പൻ ഇന്ദ്രസൻ സ്വർണ്ണക്കോലമേറ്റി. ഗുരുവായൂർ ശശിമാരാരുടെ നേതൃത്വത്തിൽ മേളം അകമ്പടിയായി. ഭക്തർക്ക് ദേവസ്വം ഏകാദശി വിഭവങ്ങളോടെയുള്ള പ്രസാദവൂട്ട് നൽകി. അന്നലക്ഷ്മി ഹാളിലും തെക്കേ നടയിലെ ശ്രീ ഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയത്തിലുമായാണ് പ്രസാദവൂട്ട് നൽകിയത്. തിരക്ക് കണക്കിലെടുത്ത് ക്ഷേത്രത്തിൽ VIP ദർശനം ഉച്ചയ്ക്ക് 2 മണിവരെ അനുവദിച്ചിരുന്നില്ല. ക്ഷേത്രനഗരിയിൽ കർശന ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തി. 300ഓളം പോലീസുകാരെയാണ് വിന്യസിച്ചത്. ദേവസ്വം വക ചുറ്റുവിളക്കോടെയാണ് ക്ഷേത്രത്തിൽ ഏകാദശി ആഘോഷിച്ചത്. നൂറ്റാണ്ടുകളായി ഏകാദശി ദിവസം ഉണ്ടാകാറുള്ള ഉദയാസ്തമന പൂജ ഇത്തവണ ഉണ്ടായിരുന്നില്ല. ഭക്തർക്ക് ഇടതടവില്ലാതെ സുഗമമായി ദർശനം നടത്താനുള്ള സൗകര്യത്തിനായാണ് ദേവസ്വം ഉദയാസ്തമന പൂജ ഒഴിവാക്കിയത്. ഭക്തിയുടെ പര്യായമായ ചുറ്റുവിളക്കിന്റെ ദീപപ്രഭയിൽ 1 മാസം നീണ്ടുനിന്ന ആഘോഷ പരിപാടികൾക്ക് ഏകാദശിയോടെ സമാപനമായി. വ്യാഴാഴ്ച ദ്വാദശി പണ സമർപ്പണം കഴിഞ്ഞ് രാവിലെ 9 മണിയോടെയാണ് ക്ഷേത്രനട അടയ്ക്കുക. TCV ഗുരുവായൂർ. ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഏകാദശി ദിനത്തിലെ ഉദയാസ്തമയ പൂജ മാറ്റിയതിനെതിരെയായ ഹർജിയിൽ ഗുരുവായൂർ ദേവസ്വം ഭരണസമിതിക്ക് നോട്ടീസ് അയച്ച് സുപ്രീംകോടതി. വൃശ്ചിക മാസത്തിലെ പൂജ തുലാമാസത്തിലേക്ക് മാറ്റിയതിനെതിരെ സമർപ്പിച്ച ഹർജിയിലാണ് നോട്ടീസ് നൽകിയത്. വെബ്സൈറ്റിലെ പൂജ പട്ടിക അതുപോലെ നിലനിർത്തണമെന്ന് സുപ്രീംകോടതി നിർദ്ദേശം നൽകി. ആചാരങ്ങൾ അതേപടി തുടരേണ്ടതായിരുന്നുവെന്നും കോടതി വിലയിരുത്തി. വൃശ്ചിക മാസത്തിലെ ഏകാദശി നാളിലെ ഉദയാസ്തമയ പൂജ തുലാമാസത്തിലെ ഏകാദശി നാളിൽ നടത്തുവാനുള്ള ഗുരുവായൂർ ദേവസ്വം തീരുമാനമാണ് കോടതിയിലെത്തിയത്. പൂജ മാറ്റുന്നത് ആചാരത്തിന്റെയും ദൈവഹിത ലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടി തന്ത്രി കുടുംബമായ ചേനാസ് ഇല്ലമാണ് ഹർജി നൽകിയത്. അതേസമയം വൻ തിരക്കുണ്ടാകുന്ന ഏകാദശി ദിവസം ഉദയാസ്തമയ പൂജ നടന്നാൽ ഭക്തർക്ക് അസൗകര്യമാകുമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പൂജ മാറ്റാൻ ഭരണസമിതി തീരുമാനിച്ചതെന്നും പൂജ ആചാരമല്ല വഴിപാടാണെന്നുമാണ് ഭരണസമിതിയുടെ വാദം.
ഏകാദശിക്ക് ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിനായി വരി നിന്നിരുന്ന 30ഓളം പേർ തളർന്നു വീണു. 13 പേർ ദേവസ്വം ആശുപത്രിയിൽ ചികിത്സ തേടി. 50 വയസ്സിന് മുകളിലുള്ളവരാണ് കൂടുതലും ചികിത്സ തേടിയത്. ആറ്റിങ്ങൽ സ്വദേശികളായ 10 വയസ്സായ 2 കുട്ടികളും തളർന്നു വീണു. ആക്സിന്റെ 2 ആംബുലൻസുകളിലായാണ് തളർന്നു വീണവരെ ആശുപത്രിയിലെത്തിച്ചത്. ഏകാദശിക്ക് മുൻവർഷങ്ങളെ അപേക്ഷിച്ച് വലിയ ഭക്തജന തിരക്കാണ് അനുഭവപ്പെട്ടത്. തിരക്ക് കാരണം 9 മണിക്കൂറോളം വരി നിന്നാണ് പലർക്കും ദർശനം നടത്താനായത്. ക്ഷേത്രത്തിൽ നിന്ന് കൗസ്തുഭം റെസ്റ്റ് ഹൌസ് വഴി ടൗൺ ഹാൾ വരെ ഏകദേശം 1 കിലോമീറ്ററോളം വരി നീണ്ടുനിന്നു. ചുട്ടുപൊള്ളുന്ന വെയിലും ഭക്തരെ വലച്ചു. തിരക്കിനിടയിൽ നിരവധി പേരുടെ സ്വർണ്ണാഭരണങ്ങൾ നഷ്ടപ്പെട്ടു. 4 പേർ ടെമ്പിൾ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. തിരുവിലാമല പുനർജനി നൂഴൽ ഭക്തിസാന്ദ്രമായി. വില്വാതിരിനാഥ ക്ഷേത്രത്തിൽ നിന്ന് വാദ്യഘോഷങ്ങളുടെ പൂജാരിയും സംഘവും ഗുഹാമുഖത്തെത്തി. പൂജകൾക്ക് ശേഷം നെല്ലിക്ക ഗുഹയിലേക്ക് ഉരുട്ടിയതിനു ശേഷമാണ് നൂഴൽ ആരംഭിച്ചത്. 100 കണക്കിന് ഭക്തരാണ് വ്രതം നോറ്റ് പുനർജനി നൂഴാൻ എത്തിയത്. പുനർജനിയുമായി ബന്ധപ്പെട്ട ഗണപതി തീർത്ഥം, പാപനാശിനി തീർത്ഥം, പാതാള തീർത്ഥം, അമ്പ് തീർത്ഥം, കൊമ്പ് തീർത്ഥം എന്നിവിടങ്ങളിൽ സന്ദർശനം നടത്തിയ ശേഷമാണ് ഭക്തർ മടങ്ങിയത്. കൊച്ചിൻ ദേവസ്വം വകുപ്പും തിരുവിലാമല പഞ്ചായത്തും സേവാഭാരതിയും വിപുലമായ സൗകര്യങ്ങളാണ് ഭക്തർക്കായി ഒരുക്കിയിരുന്നത്. വാടാനപ്പള്ളിയിൽ തെരുവുനായ ഓടിച്ചതിനെ തുടർന്ന് സൈക്കിളിൽ നിന്ന് വീണ് വിദ്യാർത്ഥിക്ക് ഗുരുതര പരിക്കേറ്റു. വാടാനപ്പള്ളി അമ്പലത്ത് വീട്ടിൽ സഗീറിന്റെ മകൻ അദ്നാനാണ് പരിക്കേറ്റത്. അദ്നാനെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഫ്രണ്ട്സ് റോഡിൽ വെച്ചായിരുന്നു സംഭവം. വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങാൻ സൈക്കിളിൽ പോകുന്നതിനിടെ തെരുവുനായ്ക്കൾ ഓടിക്കുകയായിരുന്നു. കയ്പമംഗലം കാക്കാതിരുത്തിയിൽ 3 പേർക്ക് കടന്നൽ കുത്തേറ്റു. കാക്കാതിരുത്തി LBS കോളനിക്ക് സമീപത്ത് താമസിക്കുന്ന രായമരക്കാർ വീട്ടിൽ സിദ്ദിഖ്, ഭാര്യ ഷെരീഫ, മതിലകത്ത് വീട്ടിൽ അൻസാർ എന്നിവർക്കാണ് കടന്നൽ കുത്തേറ്റത്. പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ മരത്തിലാണ് ഭീമൻ കടന്നൽ കൂടുള്ളത്. പരുന്തുവന്ന് കൂടിളക്കിയതിനെ തുടർന്ന് കടന്നൽക്കൂട്ടം പരിസരവാസിയായ സിദ്ദിഖിനെയും ഷെരീഫയെയും ആക്രമിക്കുകയായിരുന്നു. ഇവരെ രക്ഷിക്കാനെത്തിയ അൻസാറിനും കുത്തേൽക്കുകയായിരുന്നു. സംഭവമറിഞ്ഞ് പഞ്ചായത്ത്, ആരോഗ്യവകുപ്പ് അധികൃതരും സ്ഥലത്തെത്തി. കുന്നംകുളത്ത് നടന്ന തൃശൂർ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം സമ്പൂർണ്ണമായി തത്സമയം സംപ്രേഷണം ചെയ്യാൻ TCBയോട് സഹകരിച്ച ബഥനി എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അധികൃതർക്ക് TCBയുടെ മെമന്റോ കൈമാറി. TCB ചാനൽ സബ് കമ്മിറ്റി കൺവീനർ PM നാസറിൽ നിന്ന് ബഥനി എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് മാനേജർ ഫാദർ ബെഞ്ചമിൻ OIC മെമന്റോ ഏറ്റുവാങ്ങി. ബഥനി സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ യാക്കോബ് OIC, ബഥാനിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ് പ്രിൻസിപ്പൽ CL ജോഷി, COA ജില്ലാ കമ്മിറ്റി അംഗം AH ഹാരിസ്, TCB ബ്യൂറോ ചീഫ് മുകേഷ് ലാൽ, പ്രോഗ്രാം പ്രൊഡ്യൂസർ സൂരജ് കൃഷ്ണ, ടെക്നിക്കൽ ഹെഡ് PG ലിയോൺസ് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. റഷ്യൻ യുദ്ധമുഖത്ത് കുടുങ്ങിയ തൃശൂർ സ്വദേശികളെ നാട്ടിലെത്തിക്കുവാൻ പ്രധാനമന്ത്രിയുടെ ഇടപെടൽ ആവശ്യപ്പെട്ട് കുടുംബാംഗങ്ങൾ. വടക്കാഞ്ചേരി തെക്കങ്കര കുത്തുപാറ സ്വദേശി തെക്കേമുറിയിൽ ജെയിൻ കുര്യൻ, സഹോദരി ഭർത്താവ് കുട്ടനല്ലൂർ സ്വദേശി തോളത്ത് വീട്ടിൽ ബിനിൽ ബാബു എന്നിവരാണ് റഷ്യയിൽ നിർബന്ധിത പട്ടാള ജോലി ചെയ്യേണ്ട അവസ്ഥയിലകപ്പെട്ടത്. 2024 ഏപ്രിൽ 24-ാം തീയതിയാണ് പോളണ്ടിൽ മികച്ച ശമ്പളമുള്ള ഇലക്ട്രിക്കൽ പ്ലംബിംഗ് ജോലിക്കെന്ന് പറഞ്ഞ് ഏജന്റ് ഇവരെ കൊണ്ടുപോയത്. എന്നാൽ ഇവരെത്തിപ്പെട്ടത് റഷ്യയിലെ കൂലിപ്പട്ടാളത്തിലാണ്. അപകടകരമായ ഒന്നും ചെയ്യേണ്ടതില്ലെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് ഇവരെ യുദ്ധമുഖത്ത് എത്തിച്ചതായും ബന്ധുക്കൾ പറയുന്നു. ആദ്യമൊക്കെ ഇവർ വീട്ടുകാരുമായി ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു. എന്നാൽ ഇപ്പോൾ ജീവനോടെ തിരിച്ചെത്തുമെന്ന് ഒരു പ്രതീക്ഷയുമില്ലെന്ന് അവസാനം വിളിച്ചപ്പോൾ ഇരുവരും അറിയിച്ചതായി ബന്ധുക്കൾ പറഞ്ഞു. അതേസമയം വിഷയത്തിൽ സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നാവശ്യപ്പെട്ട് വിദേശകാര്യ മന്ത്രാലയത്തെ ബന്ധപ്പെട്ടുവെങ്കിലും അനുകൂല നടപടിയുണ്ടായില്ലെന്ന് DCC ജനറൽ സെക്രട്ടറി K. അജിത് കുമാർ പറഞ്ഞു. വിദേശകാര്യമന്ത്രി S. ജയശങ്കർ ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെടണമെന്ന് കേരള പ്രവാസി കോൺഗ്രസ് വടക്കാഞ്ചേരി ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് ബിജു ഇസ്മയിൽ ആവശ്യപ്പെട്ടു. തൃശൂർ നഗരത്തിൽ നടുറോഡിൽ വാഹനങ്ങൾക്കിടയിലൂടെ യുവാവിന്റെ സ്കേറ്റിംഗ് പ്രകടനം. തൃശൂർ സ്വരാജ് റൗണ്ടിൽ ചൊവ്വാഴ്ച ഉച്ചയ്ക്കായിരുന്നു അഭ്യാസ പ്രകടനം നടത്തിയത്. സ്കേറ്റ് ചെയ്ത് ഓടിക്കൊണ്ടിരുന്ന ഓട്ടോറിക്ഷയുടെ പുറകിൽ പിടിച്ച് യാത്ര ചെയ്ത യുവാവ് 2 ബസ്സുകൾക്കിടയിലൂടെയും അതിസാഹസികമായി സ്കേറ്റ് ചെയ്തുകൊണ്ട് ഏറെ ദൂരം സഞ്ചരിച്ചു. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. തിരക്കേറിയ റോഡിൽ യുവാവിന്റെ സ്കേറ്റിംഗ് മറ്റ് യാത്രക്കാർക്ക് അപകടമുണ്ടാക്കുന്ന വിധത്തിലായിരുന്നു. സംഭവത്തിൽ പോലീസിന്റെ രഹസ്യാന്വേഷണ വിഭാഗം അന്വേഷണം ആരംഭിച്ചു. AR മേനോൻ റോഡ് വഴി നായ്ക്കനാൽ ജംഗ്ഷനിലൂടെ സ്വരാജ് റൗണ്ടിലേക്ക് പ്രവേശിച്ച യുവാവ് MO റോഡ് വഴി ശക്തനഗറിലേക്ക് പോയതായി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. അതേസമയം സ്കേറ്റിംഗ് നടത്തിയ യുവാവിനെ തിരിച്ചറിഞ്ഞിട്ടില്ല.
ചാലക്കുടി ശാന്തിപുരത്ത് പ്രസവത്തെ തുടർന്ന് നവജാത ശിശു മരിച്ചു. ഒഡീഷ സ്വദേശികളായ ഗുല്ലി ശാന്തി ദമ്പതികളുടെ കുഞ്ഞാണ് മരിച്ചത്. ബുധനാഴ്ച വൈകിട്ട് വീട്ടിൽ വെച്ച് പ്രസവം നടന്നതിനെ തുടർന്ന് ശാന്തി തന്നെ കുട്ടിയുടെ പൊക്കിൾ കൂടി മുറിച്ചു മാറ്റുകയായിരുന്നു. തുടർന്നുണ്ടായ അമിത രക്തസ്രാവം മൂലം കുട്ടി മരിക്കുകയായിരുന്നു. വിവരമറിഞ്ഞെത്തിയ ആരോഗ്യ പ്രവർത്തകർ യുവതിയെ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പൂർണ്ണ ഗർഭിണിയായ ശാന്തി ആശാവർക്കർ നിർദ്ദേശിച്ചിട്ടും വൈദ്യസഹായം തേടിയിരുന്നില്ല. ആ പ്രഗ്നൻ്റായി അവർ ഹെൽത്തുകാർ അറിഞ്ഞത് തന്നെ വളരെ വൈകിട്ടാണ് ഹെൽത്തുകാർ അറിഞ്ഞതും. അത് ഹെൽത്തുകാർ ചെന്ന് പറയുകയും അവർ ഹോസ്പിറ്റലിൽ പോകാൻ അവർ മടി കാണിച്ചു എന്നാണ് അറിയാൻ സാധിച്ചത്. എന്തുതന്നെയായാലും കൊച്ച് പ്രസവത്തിൽ ഇന്ന് പ്രസവിക്കുകയും കൊച്ച് കൈയോടെ മരിക്കുകയാണ് ഉണ്ടായത്. മേലൂർ പഞ്ചായത്തിലെ 17-ാം വാർഡിലെ നമ്മുടെ കാരുവാപ്പടി പ്രദേശത്താണ് ഈ ദമ്പതികൾ താമസിക്കുന്നത്. അവിടുത്തെ ആ പെൺകുട്ടി പ്രഗ്നൻ്റ് ആയിരുന്നു. 2ാമത്തെ ഡെലിവറിയാണ്. പക്ഷേ നമ്മുടെ ആരോഗ്യ പ്രവർത്തകർ അവിടെ ചെന്ന് അവരെ കൊണ്ട് രജിസ്റ്റർ ചെയ്യിപ്പിച്ചിരുന്നു. നമ്മുടെ സബ് സെൻറ്റർ ക്ലിനിക്കിൽ വന്നവർ മെഡിസിനൊക്കെ വാങ്ങി പോകുന്ന കാൽസ്യം ഫോളിക് ആസിഡ് മെഡിസിൻ വാങ്ങി പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരുടെ ലാസ്റ്റ് പീരീഡായ ഡേറ്റ് അവർ പറഞ്ഞു കൊടുത്തിരുന്നത് ജൂൺ മാസത്തിലാണ്. അപ്പോൾ 6 മാസം ആകുന്നേ ഉള്ളൂ എന്നുള്ള നിഗമനത്തിലാണ് ആരോഗ്യ പ്രവർത്തകരുണ്ടായിരുന്നത്. അപ്പോൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയി ഗൈനക്കോളജിസ്റ്റിനെ കാണണമെന്നും അവിടെ പണച്ചെലവൊന്നുമില്ല, അവിടെ ചെന്ന് കാണണമെന്നും അതുപോലെ തന്നെ TT മറ്റടക്കമുള്ള കാര്യങ്ങൾ എടുക്കണമെന്നും നിർദ്ദേശിച്ചാണ് അവർ വിട്ടിരുന്നത്. പക്ഷേ ഇവർ പിന്നീട് ഡോക്ടറെ കാണാൻ പോകുന്ന സ്ഥിതി ഉണ്ടായിട്ടില്ല എന്നാണ് ഇപ്പം നമ്മൾ അറിയുന്നത്. ഇപ്പോൾ ഇന്ന് ഈവനിങ്ങിലാണ് കുഞ്ഞ് 4 മണിയോടുകൂടി അവർ പ്രസവിക്കുകയും പ്രസവിച്ചത് വീട്ടിൽ ആളില്ലാത്തത് കൊണ്ട് 6 മണിക്ക് ശേഷം ഭർത്താവ് വന്നതിന് ശേഷമാണ് ഇവർ പ്രസവിച്ചത് കാണുന്നത്. അതിനുശേഷം കോഡ് മുറിച്ച് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായത്. അപ്പോൾ സംഗീത നാടക അക്കാദമിയുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നാടകോത്സവമായ ഇറ്റ്ഫോക്ക് മാർച്ചിൽ നടത്താൻ തീരുമാനം. സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാനുമായി നടത്തിയ ചർച്ചയിലാണ് തീരുമാനമെന്ന് കേരള സംഗീത നാടക അക്കാദമി സെക്രട്ടറി കരിവള്ളൂർ മുരളി അറിയിച്ചു. ഇലക്ട്രിസിറ്റി ബോർഡ് കോൺട്രാക്ട് വർക്കേഴ്സ് അസോസിയേഷൻ CITU ജില്ലാ സമ്മേളനം തൃശൂരിൽ നടന്നു. ചെമ്പൂക്കാവ് പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി ഹാളിൽ നടന്ന സമ്മേളനം CITU തൃശൂർ ജില്ലാ ജനറൽ സെക്രട്ടറി UP ജോസഫ് ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് KV ജോസ് അധ്യക്ഷത വഹിച്ചു. EBCWA CITU സംസ്ഥാന ജനറൽ സെക്രട്ടറി KC സിബു, ഫ്രാൻസിസ് ഡേവി, MS ജോഷി, NG സന്ദീപ്, AJ പോൾ, C പ്രദീപൻ, PV സുകുമാരൻ തുടങ്ങിയവർ സംസാരിച്ചു. അതിരപ്പള്ളി ചാലക്കുടി പുഴയിൽ ഭീതി വിതച്ച് മുതലകളും ചീങ്കണ്ണികളും. അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിന് താഴെ മുതൽ വെട്ടിലപ്പാറ വരെയുള്ള ഭാഗങ്ങളിലാണ് മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് മുതലകളും ചീങ്കണ്ണികളും പെരുകിയത്. കയങ്ങളും ആഴമേറിയ പാറയിടുക്കുകളും കേന്ദ്രീകരിച്ചാണ് ചീങ്കണ്ണികളുടെയും മുതലകളുടെയും വാസം. കണ്ണൻകുഴി, വെറ്റിലപ്പാറ, തുമ്പൂർമൊഴി, പത്തേയാർ തുടങ്ങിയ സ്ഥലങ്ങളിലും പുഴയിൽ സ്ഥിരമായി ചീങ്കണ്ണികളെ കാണുന്നു. മുതലകളും സ്ഥിരമാണ്. കൊന്നക്കുഴിയിലെ വിരിപ്പാറയിലും ഈയിടെ ചീങ്കണ്ണികൾ പ്രത്യക്ഷപ്പെട്ടു. കഴിഞ്ഞ വർഷം പുഴയോടനുബന്ധിച്ചുള്ള തോട്ടിൽ നിരവധി ചീങ്കണ്ണി കുഞ്ഞുങ്ങളെ കണ്ടെത്തിയിരുന്നു. പ്രളയത്തിനു ശേഷമാണ് ചീങ്കണ്ണികളും മുതലകളും പുഴയിൽ പെരുകിയതെന്ന് നാട്ടുകാർ പറയുന്നു. അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിന് താഴെയുള്ള പ്രദേശങ്ങളിൽ ഇപ്പോൾ ഇവ സ്ഥിരവാസക്കാരുമാണ്. ചാലക്കുടി പുഴയിലെ മത്സ്യക്കലവറ ഇവയുടെ പൊറുതിക്ക് അനുകൂല ഘടകമായി പറയുന്നു. ചതുപ്പൻ മുതലകളെന്ന് പ്രാദേശികമായി വിളിക്കുന്ന മുതലകളെയാണ് കൂടുതൽ അതിരപ്പള്ളി മേഖലയിൽ കാണുന്നത്. സാധാരണ പുഴയിലെ ആഴങ്ങളിൽ കഴിയുന്ന ഇവ ഉച്ചയോടെ വെയിലേൽക്കാൻ പാറപ്പുറത്തും പുഴയോരത്തും കിടക്കുകയും ചെയ്യുന്നുണ്ട്. ആളനക്കമില്ലാത്ത സ്ഥലങ്ങളിൽ ഇവ മണലിൽ വന്ന് മുട്ടയിടുകയാണ്. പുഴയിൽ വിവിധയിനം മുതലകളുടെയും ചീങ്കണ്ണിയുടെയും സാന്നിധ്യമുണ്ടെങ്കിലും ഇതുവരെയും ആർക്കും ഉപദ്രവമുണ്ടായിട്ടില്ലെന്നത് ശ്രദ്ധേയമാണ്. എങ്കിലും പുഴയിൽ ഇറങ്ങുന്ന വിനോദസഞ്ചാരികൾ ജാഗ്രത പുലർത്തണമെന്നാണ് വനപാലകരുടെ നിർദ്ദേശം. TCV ചാലക്കുടി. മൈസൂരിൽ വാഹനാപകടത്തിൽ തിരുവത്ര താണി സ്വദേശിയായ MBBS വിദ്യാർത്ഥി മരിച്ചു. തിരുവത്ര എർച്ചമെട്ടിൽ പാലപ്പെട്ടി യൂസഫ് മകൻ 22 വയസ്സുള്ള അബിൻ യൂസഫാണ് മരിച്ചത്. സുഹൃത്തുക്കളുമൊത്ത് വയനാട്ടിലേക്ക് പോകുന്നതിനിടെ ഫർഹാൻ സഞ്ചരിച്ച ബൈക്ക് മറ്റൊരു പിക്കപ്പ് വാഹനത്തിൽ ഇടിക്കുകയായിരുന്നു. ഉടൻ തന്നെ മൈസൂർ നെഞ്ചങ്കോട്ടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മൈസൂർ മെഡിക്കൽ കോളേജ് ആൻഡ് റിസർച്ച് സെന്ററിലെ 1ാം വർഷ മെഡിസിൻ വിദ്യാർത്ഥിയാണ്.
CPM തൃശൂർ ഏരിയ സമ്മേളനത്തോടനുബന്ധിച്ച് തൃശൂരിൽ മാധ്യമ സെമിനാർ സംഘടിപ്പിച്ചു. ചെങ്ങാത്ത മുതലാളിത്തത്തോടും സംഘപരിവാറിനോടും കൂറുപുലർത്തുന്ന മുഖ്യധാര മാധ്യമങ്ങളെ ഉപേക്ഷിച്ച് സാമൂഹിക മാധ്യമങ്ങളെയാണ് ഇന്ത്യയിലെ സാധാരണക്കാരിൽ സാധാരണക്കാരായ ആളുകൾ ഇപ്പോൾ ആശ്രയിക്കുന്നതെന്നതിന് തെളിവാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പെന്ന് മാധ്യമ സെമിനാറിന്റെ ഉദ്ഘാടനം നിർവഹിച്ച പ്രശസ്ത മാധ്യമപ്രവർത്തകൻ MV നികേഷ് കുമാർ പറഞ്ഞു. ധ്രുവ് റാട്ടിയെ പോലുള്ള യൂട്യൂബർമാരാണ് തെരഞ്ഞെടുപ്പിൽ ജനഹിതത്തെ സ്വാധീനിച്ചത്. ഇന്ത്യൻ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ധൈര്യത്തിന്റെ ഒരംശമെങ്കിലും കാണിക്കുന്നത് ഓൺലൈൻ മാധ്യമങ്ങളും സാമൂഹിക മാധ്യമങ്ങളുമാണെന്ന് നികേഷ് കുമാർ പറഞ്ഞു. മുൻ വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ C. രവീന്ദ്രനാഥ് അധ്യക്ഷത വഹിച്ചു. മുൻ MLA രാജാജി മാത്യു തോമസ്, മാധ്യമപ്രവർത്തകൻ N. രാജൻ, CPM ജില്ലാ കമ്മിറ്റി അംഗം PK ഷാജൻ, CPM തൃശൂർ ഏരിയ സെക്രട്ടറി K. രവീന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് തന്നെ വ്യക്തമായിട്ടുണ്ടാകും എന്തുകൊണ്ടാണ് സംഭാലിലെ പള്ളി കമ്മിറ്റിക്കാര് സുപ്രീം കോടതി ഹൈക്കോടതിയിലേക്ക് പോകാതെ സുപ്രീം കോടതിയിൽ എത്തിയിരിക്കുന്നത് എന്ന്. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മൾ കണ്ണു തുറന്നു നോക്കിയാൽ നമുക്ക് കാണാം, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായി UDF ഉൾക്കൊള്ളുന്ന ഒരു മഹാസഖ്യമാണ് നിലനിൽക്കുന്നത് എന്ന് നമുക്കറിയാം. എല്ലാ മാധ്യമങ്ങളും, മുഖ്യധാര മാധ്യമങ്ങളായിക്കൊള്ളട്ടെ. ഊരകത്ത് കാർ ഹോട്ടലിലേക്ക് ഇടിച്ചു കയറി. ശ്രീവിനായക ഹോട്ടലിലേക്കാണ് കാർ ഇടിച്ചു കയറിയത്. ഹോട്ടലിലുണ്ടായിരുന്ന ഗ്യാസ് ഏജൻസി ജീവനക്കാരൻ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ TCVക്ക് ലഭിച്ചു. മുനയം ഇടബണ്ട് നിർമ്മാണം അടുത്ത ആഴ്ച പുനരാരംഭിക്കും. ജനുവരി ആദ്യത്തോടെ ഇടബണ്ട് നിർമ്മാണം പൂർത്തീകരിക്കുമെന്ന് കരാറുകാരൻ. കനോലിക്കനാലിൽ നിന്ന് ഓരിവെള്ളം കയറി കോൾ മേഖലകളിലെ കൃഷി നശിക്കുന്നത് ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് മുനയത്ത് താൽക്കാലിക ബണ്ട് നിർമ്മിക്കുന്നത്. നവംബർ അവസാനത്തോടെ ബണ്ട് നിർമ്മാണം ആരംഭിച്ചെങ്കിലും ഡിസംബർ ആദ്യവാരമുണ്ടായ കനത്ത മഴയിൽ ബണ്ട് തകർന്നിരുന്നു. ബണ്ട് നിർമ്മാണത്തിന് കാലപ്പഴക്കം ചെന്ന മുളകൾ ഉപയോഗിക്കുന്നതായി പ്രദേശവാസികൾ ആരോപണം ഉന്നയിച്ചിരുന്നു. ഇതിനിടെയാണ് കനത്ത മഴയെ തുടർന്ന് പുഴയിലുണ്ടായ ഒഴുക്കിൽപ്പെട്ട് നിർമ്മാണത്തിലിരുന്ന താൽക്കാലിക ബണ്ട് തകർന്നത്. ബണ്ട് പുനർനിർമ്മിക്കുന്നതിന്റെ ഭാഗമായി പുഴയിലുള്ള തകർന്ന ബണ്ടിന്റെ ഭാഗങ്ങൾ കരയിലേക്ക് മാറ്റുന്ന പ്രവൃത്തികളാണ് ഇപ്പോൾ നടക്കുന്നത്. ഇത് ഒരാഴ്ചയോടെ പൂർത്തീകരിക്കാൻ സാധിക്കുമെന്നാണ് കരുതുന്നത്. തകർന്ന ബണ്ടിന്റെ ഭാഗങ്ങൾ മാറ്റിക്കഴിഞ്ഞാൽ താൽക്കാലിക ബണ്ടിന്റെ നിർമ്മാണം ഉടൻ ആരംഭിക്കുമെന്നാണ് കരാറുകാരൻ പറയുന്നത്. ജനുവരി ആദ്യവാരത്തോടെ നിർമ്മാണം പൂർത്തീകരിക്കാൻ കഴിയുമെന്നും കരാറുകാരൻ അറിയിച്ചു. കാറളം, കാട്ടൂർ, അന്തിക്കാട്, താനിം പഞ്ചായത്തുകളിലെ കൃഷിയും കുടിവെള്ള സ്രോതസ്സുകളും ഓരിവെള്ളം കയറി നശിക്കുന്നത് ഒഴിവാക്കാനാണ് കരുവന്നൂർ പുഴയും കനോലി കനാലും സംഗമിക്കുന്ന കാട്ടൂർ പഞ്ചായത്തിലെ മുനയത്ത് താൽക്കാലിക ഇടബണ്ട് നിർമ്മിക്കുന്നത്. TCV ഇരിങ്ങാലക്കുട. അടാട്ട് ഫാർമേഴ്സ് സഹകരണ ബാങ്കിലെ സാമ്പത്തിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട കേസിൽ വിജിലൻസ് കുറ്റപത്രം സമർപ്പിച്ചു. നെല്ല് വാങ്ങാനെന്ന പേരിലെടുത്ത 6.5 കോടി രൂപ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള അത്താണിയിലെ കാർത്തിക ജില്ലാ നെല്ല് വിതരണ സംഘത്തിന് കൈമാറിയതിലും കോൺഗ്രസ് ഭരണസമിതിയുടെ കാലത്ത് സർക്കാർ പുറമ്പോക്ക് ഈടുവെച്ച് വായ്പയെടുത്ത കേസിലുമാണ് കുറ്റപത്രം. പൊതുപ്രവർത്തകനായ അടാട്ട് സ്വദേശി സന്തോഷ് ചിറ്റിലപ്പള്ളി 2016 നൽകിയ പരാതിയിലാണ് തൃശൂർ വിജിലൻസ് യൂണിറ്റ് അന്വേഷണം നടത്തിയത്. 2013-14 ഭരണസമിതി പിരിച്ചുവിട്ട് അഡ്മിനിസ്ട്രേറ്റർ ഭരണം ഏറ്റെടുത്ത സമയത്താണ് വായ്പാ തട്ടിപ്പ് തുടങ്ങിയതെന്നാണ് ആക്ഷേപം. മുൻ അഡ്മിനിസ്ട്രേറ്റർ TV രാജീവ്, KK ജയകുമാരി, ദിവാകരൻ കണ്ണത്ത്, TK ശിവശങ്കരൻ, വില്യംസ് ജോസഫ്, P രാമചന്ദ്രൻ, സുശീൽ വർമ്മ, MP രാജേന്ദ്രൻ, K രാമചന്ദ്രൻ, AV റപ്പായി, PK നാണു, PA അശോകൻ, AV ജോൺസൺ, PN രുദ്രൻ നമ്പൂതിരി, PT ജോസ്, സ്റ്റെല്ല റാഫേൽ, ഓമന വേണുഗോപാൽ, TR ജയചന്ദ്രൻ, VO ചുമാർ, CC ഹനീഷ് എന്നിവരുടെ പേരിലാണ് കുറ്റപത്രം. ഫാർമേഴ്സ് ബാങ്കിലെ 12 കോടി രൂപയുടെ ഒരു അഴിമതിയുടെ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുകയാണ് വിജിലൻസ് കോടതിയിൽ. 2013 മുതൽ തുടങ്ങിയ ഒരു അഴിമതി കേസാണ് ഇപ്പോൾ ഒരു കുറ്റപത്രത്തിൽ എത്തി നിൽക്കുന്നത്. സർക്കാർ പുറമ്പോക്ക് ഭൂമി പണയപ്പെടുത്തി 10-20ഓളം ഉദ്യോഗസ്ഥന്മാരും കോൺഗ്രസിൻ്റെ നേതാക്കന്മാരും കൂടി പച്ചയായ ഒരു അർദ്ധ സർക്കാർ സ്ഥാപനമായ ഒരു ബാങ്കിനെ തകർക്കാൻ ശ്രമിക്കുകയും നിരവധി ആളുകളുടെ നിക്ഷേപ തുകയാണ് അവർ കള്ള രേഖയുണ്ടാക്കി തട്ടിയെടുത്തത്. വളരെ പ്രതിഷേധാർഹമായൊരു സംഭവമാണ്. നാട്ടിലെ ഒരു പ്രസ്ഥാനത്തെ തകർക്കാൻ ശ്രമിക്കുന്ന ഒരു സംഘത്തിനെതിരെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ 8 വർഷമായി നടത്തിയ അന്വേഷണത്തിൻ്റെ ഭാഗമായി 300-ലധികം പേജ് വരുന്ന കുറ്റപത്രം സമർപ്പിച്ചിരിക്കുകയാണ്. 16ഓളം കോൺഗ്രസ് നേതാക്കന്മാർ പ്രതികളാണ്. CN ബാലകൃഷ്ണൻ്റെ മരുമകൻ രാജേന്ദ്രൻ. ദേശമംഗലത്ത് ഫുട്ബോൾ മത്സരത്തിനിടെ കൂട്ടയടി.
മലബാർ എഞ്ചിനീയറിംഗ് കോളേജിൽ നടന്ന പഞ്ചായത്ത് കേരളോത്സവത്തിന്റെ ഫുട്ബോൾ മത്സരം നടക്കുന്നതിനിടയിലാണ് സംഘർഷമുണ്ടായത്. ആറ്റുപുറം ബ്ലൂ ഡയമണ്ട്സും ഡി ഗ്രൂപ്പ് ദേശമംഗലം ടീമും തമ്മിൽ നടന്ന സെമിഫൈനൽ മത്സരത്തിനിടെയുണ്ടായ വാക്കുതർക്കമാണ് സംഘർഷത്തിൽ കലാശിച്ചത്. നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് ചെറുതുരുത്തി പോലീസ് സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ നിയന്ത്രിച്ചു. കോസ്മെറ്റിക്സ് നിർമ്മാണ സംരംഭത്തിലൂടെ വളർന്ന് ബിസിനസ് രംഗത്ത് തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ശ്രീലക്ഷ്മി എന്ന തൃശൂരിലെ വനിതാ സംരംഭക പുതുതലമുറയ്ക്ക് മാതൃകയാകുന്നു. സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമിട്ട് ശ്രീലക്ഷ്മി തൃശൂരിൽ പുതിയതായി ആരംഭിച്ച കോ വർക്കിംഗ് സ്പേസ് എന്ന ആശയത്തിനും വൻ സ്വീകാര്യത. അധ്യാപന ജീവിതത്തിൽ നിന്നും ഒരു ബിസിനസ് സംരംഭകയിലേക്കുള്ള ശ്രീലക്ഷ്മിയുടെ വളർച്ച അത്ര എളുപ്പമായിരുന്നില്ല. എന്നാൽ ഇവരുടെ ഇച്ഛാശക്തി തന്റെ പരാജയത്തിൽ നിന്നും താൻ നേരിട്ട അപമാനത്തിൽ നിന്നുള്ള ഒരു ഉയർത്തെഴുന്നേൽപ്പായിരുന്നു. വെറും 630 രൂപയും ഒരു കറ്റാർ വാഴത്തണ്ടുമായി ആരംഭിച്ച സോപ്പ് നിർമ്മാണം ഏതാനും വർഷങ്ങൾക്കുള്ളിൽ തന്നെ ലക്ഷങ്ങൾ സമ്പാദിക്കുന്ന കോസ്മെറ്റിക്സ് ബിസിനസ് സംരംഭമായി വളർത്തിയെടുക്കാൻ ശ്രീലക്ഷ്മിക്ക് കഴിഞ്ഞു. പ്രതിസന്ധിയുടെ ഓരോ പടവുകളും ഓരോന്നായി ചവിട്ടിക്കയറിയ ഈ യുവ ബിസിനസ് സംരംഭക ഇന്ന് സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമിട്ട് തൃശൂർ MG റോഡിൽ ആരംഭിച്ചിരിക്കുന്ന കോ വർക്കിംഗ് സ്പേസ് എന്ന ആശയം ബിസിനസ് മേഖലയിലെ വേറിട്ട സംഭവമായി മാറുകയാണ്. തൃശൂർ MG റോഡിലുള്ള അനന്യ ടവറിലെ IT പാർക്കിൽ 15,000 ചതുരശ്ര അടി കെട്ടിടം വാടകയ്ക്കെടുത്താണ് കോ വർക്കിംഗ് സ്പേസ് എന്ന ആശയം നടപ്പാക്കി വരുന്നത്. വലിയ മുതൽ മുടക്കിൽ ബിസിനസ് തുടങ്ങാനാകാത്ത സംരംഭകർക്കായി ഇവിടെ ഇലക്ട്രിസിറ്റി, വൈഫൈ അടക്കമുള്ള ശീതീകരിച്ച ഒരു ടേബിൾ സ്പേസ് ആണ് വളരെ കുറഞ്ഞ തുക മാത്രം ഈടാക്കി സംരംഭകരെ പ്രൊമോട്ട് ചെയ്യുന്നത്. മഹാനഗരങ്ങളിൽ മാത്രം കണ്ടുവരുന്ന ഇത്തരം കോ വർക്കിംഗ് സ്പേസ് സംവിധാനം ബിസിനസ്സിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന യുവ സംരംഭകർക്ക് വലിയ ആശ്വാസമാകുമെന്നും കോൺഫറൻസ് ഹാൾ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ബിസിനസ് വിപുലീകരണത്തിന് സഹായകരമാകുമെന്നും ശ്രീലക്ഷ്മി പറയുന്നു. സ്റ്റാർട്ടപ്പുകളെ ലക്ഷ്യം വെച്ചിട്ടാണ് ഇങ്ങനൊരു സ്പേസ് മുന്നോട്ട് കൊണ്ടുവന്നത്. ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ സ്ത്രീകൾ ഇപ്പോൾ ഒരു ഓഫീസ് എടുത്ത് ഫർണിഷ് ചെയ്ത് അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി, വൈഫൈ ഒക്കെ ആയിട്ട് ഒരു ഓഫീസ് എടുക്കുമ്പോൾ ഭയങ്കര ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് വരും. സ്ത്രീകൾക്ക് അത്രയും സെക്യൂർഡ് ആയിട്ട് രാവിലെ വന്ന് എത്രയും സമയം വേണമെങ്കിലും ജോലി ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ വനിതാ സംരംഭകർക്ക് പ്രത്യേക പരിഗണനയും ഇളവും നൽകുന്നതോടൊപ്പം സെക്യൂരിറ്റി ഉൾപ്പെടെ എല്ലാ സുരക്ഷാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഇതിനോടകം തന്നെ നിരവധി പേരാണ് ശ്രീലക്ഷ്മിയുടെ ഈ പുതു സംരംഭത്തിൽ പങ്കാളികളായിരിക്കുന്നത്. കോ വർക്കിംഗ് സ്പേസ് എന്ന ആശയവുമായി മുന്നേറുന്ന ശ്രീലക്ഷ്മി തൃശൂരിലെ യുവ സംരംഭകർക്ക് ഒരു വഴികാട്ടിയായി മാറുകയാണ്. TCV ന്യൂസ്, തൃശൂർ. തൃശൂർ കോർപ്പറേഷൻ ഒളരിക്കര അമ്പാടിക്കുളം സംരക്ഷണ ഭിത്തിയും സൗന്ദര്യവൽക്കരണവും തകർന്നത് സംബന്ധിച്ച് വിജിലൻസ് അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് അയ്യന്തോൾ മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ ധർണ നടത്തി. അമ്പാടിക്കുളം പരിസരത്ത് നടന്ന ധർണ KPCC സെക്രട്ടറി A. പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. നിർമ്മാണത്തിലെ അപാകത സംബന്ധിച്ച് അടിയന്തരമായി വിജിലൻസ് അന്വേഷണം നടത്തണമെന്നും മേയറെ പ്രതി ചേർത്ത് പ്രോസിക്യൂട്ട് ചെയ്യണമെന്നും പ്രസാദ് ആവശ്യപ്പെട്ടു. യൂത്ത് കോൺഗ്രസ് അയ്യന്തോൾ മണ്ഡലം പ്രസിഡന്റ് ശ്രീറാം ശ്രീധർ അധ്യക്ഷത വഹിച്ചു. സമാപന സമ്മേളനം കോർപ്പറേഷൻ മുൻ മേയർ IP പോൾ ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് തൃശൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് K. സുമേഷ്, തൃശൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ഫ്രാൻസിസ് ചാലിശ്ശേരി, അയ്യന്തോൾ മണ്ഡലം പ്രസിഡന്റ് K. സുരേഷ്, മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ഷീല രാജൻ, കൌൺസിലർമാരായ മേഫി ഡെൽസൺ, സുനിത വിനു എന്നിവർ സംസാരിച്ചു. ഈ കോർപ്പറേഷന്റെ ഭരണ സംവിധാനം തിരുത്തേണ്ട ആളുകൾ കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയും സർക്കാരും തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയുമാണ്. പക്ഷെ ദൗർഭാഗ്യവശാൽ തൃശൂർ ചെമ്പോട്ടിൽ ലൈനിൽ കാനിയുടെ സ്ലാബുകൾ വാഹനം കയറി തകർന്ന നിലയിൽ. കഴിഞ്ഞ ദിവസം രാവിലെയാണ് കാനിയുടെ സ്ലാബുകൾ തകർന്ന നിലയിൽ കണ്ടെത്തിയത്. രാത്രിയിൽ ഇതുവഴി എത്തിയ വാഹനം സ്ലാബിന് മുകളിലൂടെ കയറിയതാകാം സ്ലാബുകൾ തകരാനിടയാക്കിയതെന്നാണ് സംശയിക്കുന്നത്. സമാന രീതിയിൽ കാനിയുടെ പല ഭാഗത്തും സ്ലാബുകൾ ഇളകി അപകടാവസ്ഥയിലായതുകൊണ്ട് കയർ കെട്ടി തിരിച്ചിരിക്കുന്നതിനാൽ കാൽനട യാത്രക്കാർ റോഡിലൂടെയാണ് ഇറങ്ങി നടക്കുന്നത്. കോർപ്പറേഷനിലേക്കും വ്യാപാര സ്ഥാപനങ്ങളിലേക്കും വരുന്നവരും ഇവിടെയുള്ള വ്യാപാരികളും ഇതുമൂലം ബുദ്ധിമുട്ടിലായിരിക്കുകയാണ്. കോർപ്പറേഷന്റെ കൺമുന്നിലുള്ള കാനിയുടെ തകർന്നു കിടക്കുന്ന സ്ലാബ് എങ്കിലും അടിയന്തരമായി മാറ്റി സ്ഥാപിക്കണമെന്ന് വ്യാപാരികൾ ആവശ്യപ്പെട്ടു. കൊടകരയിൽ 23 കിലോ കഞ്ചാവുമായി മധ്യവയസ്കനെ ചാലക്കുടി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തു. മാള പൂപ്പത്തി സ്വദേശി നെടുമ്പറമ്പിൽ വീട്ടിൽ ഷാജിയെയാണ് ഡിവൈഎസ്പി K. സുമേഷിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. 50ഓളം ലഹരിമരുന്ന് കേസുകളിൽ പ്രതിയാണ് ഇയാളെന്ന് പോലീസ് പറഞ്ഞു. കഴിഞ്ഞ ദിവസം രാത്രി സംശയാസ്പദമായ
സാഹചര്യത്തിൽ റോഡരികിൽ കണ്ട ഇയാളെ ചോദ്യം ചെയ്തപ്പോഴാണ് കൈവശമുണ്ടായിരുന്ന ബാഗുകളിൽ കഞ്ചാവാണെന്ന് കണ്ടെത്തിയത്. ഒറീസയിൽ നിന്നും ട്രെയിൻ മാർഗം എത്തിച്ച കഞ്ചാവ് ചാലക്കുടിയിലും പരിസരങ്ങളിലും ഏജന്റുമാർക്ക് വിതരണം ചെയ്യുവാനാണ് പദ്ധതിയിട്ടിരുന്നതെന്ന് പോലീസ് പറഞ്ഞു. പാവറട്ടിയിൽ ബാർബർ ഷോപ്പിൽ മോഷണം. കുണ്ടുവക്കടവ് അൽഷാഫി കോംപ്ലക്സ് ബിൽഡിംഗിലുള്ള ഗ്ലാമർ സലൂൺ ബാർബർ ഷോപ്പിലാണ് മോഷണം നടന്നത്. ഷട്ടറിന്റെ പൂട്ടുപൊളിച്ചാണ് മോഷ്ടാവ് അകത്ത് കടന്നത്. റൂമിന്റെ ഉള്ളിലെ ഗ്ലാസ് തല്ലിപ്പൊളിച്ച നിലയിലാണ്. ഷോപ്പിനുള്ളിൽ മോഷ്ടാവിന്റേതെന്ന് സംശയിക്കുന്ന രക്തക്കറ കണ്ടെത്തി. ഫിംഗർ പ്രിന്റ് വിദഗ്ധ ജിനിയുടെ നേതൃത്വത്തിൽ വിരലടയാള വിദഗ്ധർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. പാവറട്ടി SI OB വിനോദിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം. CCTV പരിശോധനയിൽ മുഖംമൂടി ധരിച്ച ഒരാൾ സൈക്കിളിൽ വരുന്നത് കണ്ടെത്തിയിട്ടുണ്ട്. 20,000-ഓളം രൂപ നഷ്ടപ്പെട്ടതായാണ് കണക്കാക്കുന്നത്. CPM കൊടകര ഏരിയ സമ്മേളനത്തിന് ആമ്പലൂരിൽ തുടക്കമായി. കൊടിമര ജാഥ മോനോഡിയിൽ നിന്നും പതാക ജാഥ മണ്ണമ്പേട്ടയിൽ നിന്നും സമ്മേളന നഗരിയിൽ എത്തിച്ചേർന്നു. സംഘാടക സമിതി ചെയർമാൻ PK ശിവരാമൻ പതാക ഉയർത്തി. CPM കൊടകര ഏരിയയിലെ 13 ലോക്കൽ കമ്മിറ്റികളിൽ നിന്നുള്ള 145 അംഗങ്ങൾ പങ്കെടുക്കുന്ന പ്രതിനിധി സമ്മേളനം വ്യാഴം വെള്ളി ദിവസങ്ങളിൽ നടക്കും. അളകപ്പനഗർ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടക്കുന്ന പ്രതിനിധി സമ്മേളനം CPM ജില്ലാ സെക്രട്ടറി MM വർഗീസ് ഉദ്ഘാടനം ചെയ്യും. ഇവിടെ തുടക്കം കുറിക്കുകയാണ്. ഈ പതാക ഉയർത്തുന്നതോടുകൂടി പതാക ഉയർത്തപ്പെടുന്നത് പാർട്ടിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയായി നിരവധി വർഷക്കാലം പ്രവർത്തിച്ച ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ്. ഇനി സ്വർണം വെള്ളി പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 7,295 രൂപ, പവന് 58,360 രൂപ, വെള്ളി ഗ്രാമിന് 101 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3,257 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകൾ. ജില്ലയിൽ 3 വാർഡുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ UDFന് മുൻതൂക്കം. നാട്ടികയിൽ UDF ഭരണം പിടിച്ചെടുത്തു. കൊടുങ്ങല്ലൂർ നഗരസഭയിൽ BJP സീറ്റ് നിലനിർത്തി. ചൊവ്വനൂർ പൂച്ചപ്പുള്ളി വാർഡിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വിജയം. തൃശൂർ കോർപ്പറേഷൻ കൌൺസിൽ യോഗത്തിൽ പ്രതിപക്ഷ പ്രതിഷേധം. വൈദ്യുതി നിരക്ക് വർധനയ്ക്കെതിരെയും കുറുക്കഞ്ചേരി കുറുപ്പൻ റോഡ് കോൺക്രീറ്റിംഗിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുമായിരുന്നു പ്രതിഷേധം. കുറുക്കഞ്ചേരി കുറുപ്പൻ റോഡ് കോൺക്രീറ്റിംഗിന്റെ നിർമ്മാണം പൂർത്തീകരിച്ച ഭാഗം വ്യാഴാഴ്ച തുറന്നുകൊടുക്കുമെന്ന് മേയർ. വെള്ളിക്കുളങ്ങര ശാസ്താംപൂവം ആദിവാസി നഗറിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ വയോധിക കൊല്ലപ്പെട്ടു. കാടർ വീട്ടിൽ മീനാക്ഷിയാണ് മരിച്ചത്. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. കുട്ടേക്കാട് മറഞ്ഞ ബൈക്ക് വീണ്ടും ഓൺ ചെയ്യുന്നതിനിടെ തീപിടിച്ച് പൊള്ളലേറ്റ യുവാവിന് ദാരുണാന്ത്യം. പേരാമംഗലം സ്വദേശി വിഷ്ണുവാണ് മരിച്ചത്. ഏകാദശിക്ക് ദർശന പുണ്യം തേടി ഗുരുഭവനപുരിയിലെത്തിയത് 10,000. ഏകാദശി ദിനത്തിലെ ഉദയാസ്തമയ പൂജ മാറ്റിയതിനെതിരായ ഹർജിയിൽ ഗുരുവായൂർ ദേവസ്വം ഭരണസമിതിക്ക് സുപ്രീം കോടതിയുടെ നോട്ടീസ്. തിരുവല്ലാമല പുനർജനി നൂഴൽ ഭക്തി സ്വാതന്ത്ര്യം. വടനപ്പള്ളിയിൽ തെരുവുനായ ഓടിച്ചതിനെ തുടർന്ന് സൈക്കിളിൽ നിന്ന് വീണ് വിദ്യാർത്ഥിക്ക് ഗുരുതര പരിക്കേറ്റു. വടനപ്പള്ളി സ്വദേശി അത്തനാനാണ് പരിക്കേറ്റത്. കൈപ്പൊങ്കലം കാക്കാത്തിരുത്തിയിൽ 3 പേർക്ക് കടന്നൽ കുത്തേറ്റു. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.